ഇന്ന് രാത്രികാലം എല്ലാ ഹൃദയങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ഉയർച്ച വരുന്ന, നമ്മളെ സഹായിക്കുന്ന ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രികാലം ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ഹൃദയങ്ങളും ഈ പട്ടണം കേൾക്കട്ടെ. ഹല്ലേലൂയ. ഈ ദേശത്തെ കർത്താവ് സ്നേഹിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു കൂട്ടം ദൈവജനം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം തലമുറ പുറത്തു വരട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഈ ദേശത്ത് പെയ്തിറങ്ങുന്ന ഒരു രാത്രികാലമായി ഇത് മാറുകയാണ്. എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രികാല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ ആയിരിക്കുന്ന സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലൻ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. ഓ ഭാരമുള്ളിൽ ചേർന്ന് പാടാമോ? സങ്കട സമയത്ത് നമ്മളെ കൈവിടാത്ത ദൈവം, ഒരു പ്രശ്നം വന്നാൽ ഇട്ടേച്ച് പോകാത്ത ദൈവ സാന്നിധ്യം രാത്രികാലം നമ്മുടെ ചേർത്തിടും. ഓ സാരമില്ലെന്നോയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നലെയും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ ഉലകവെയിൽ കൊണ്ടു നാം വാടി വീഴാതോടും. ഓ ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്തായുണ്ട്. ഓ തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഒരു പ്രത്യാശയുള്ള തലമുറ ഈ പട്ടണത്തിൽ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലത്തെ സൗഖ്യമാക്കുന്ന യേശു ഇന്ന് രാത്രികാലം നമ്മുടെ ദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ഓ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. രാവിലും പകലിലും ചേരരുതൻ പാലനം. ഓ രാവിലും പകലിലും ചേരരുതൻ പാലനം. ഓ ഭൂമിയിലേക്കുള്ള വീണ പാലിനില്ല കാരണം. ഓ ഭൂമിയിലേക്കുള്ള വീണ പാലിനില്ല കാരണം. ഓ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ ആര്യനാടിന്റെ ദേശത്തെ കർത്താവ് സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രതീക്ഷ അറ്റുപോയവർ, ജീവിതത്തിൽ നാളെ എന്തെന്ന് അറിയുവാൻ കഴിയാതെ
ആമേൻ. ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങൾ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ എൻ്റെ ടെസ്റ്റ് മണി കുറച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ, വീട്ടുകാർക്ക് വേണ്ടാതെ, നാട്ടുകാർക്ക് വേണ്ടാതെ, ലോകത്ത് വെറുക്കപ്പെട്ടവനായി ജീവിച്ച എൻ്റെ യേശുവിൻ്റെ സ്നേഹം തേടി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കൊള്ളത്തില്ല, നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ദേശം പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, സർവനും പറഞ്ഞപ്പോ എന്നെ മാറോടണച്ച എൻ്റെ ഒരു സ്നേഹമുണ്ട്. അത് ഞാൻ ഇന്ന് രാത്രികാലം ഉയർത്തി കാണിക്കുന്ന യേശുവിൻ്റെ കരമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ജീവിതത്തിന്റെ മേഖലകളിൽ തകരപ്പെട്ടവരാണോ? പ്രതികൂലങ്ങളെ മധ്യത്തിൽ ഉടയപ്പെട്ടവരാണോ? നാളത്തെ അവസ്ഥ എന്താകുമെന്ന് അറിയാതെ വ്യാകുലപ്പെടുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഒരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെ ഉന്നതന്മാരോടുകൂടെ ഇരുത്തിയ ഒരു കരമുണ്ട്. അതെന്റെ യേശുവിന്റെ കരമാണ്. താഴ്ചയിലിരുന്ന എന്നെ ഉയർച്ചയിലേക്ക് എത്തിച്ച ഒരു കരമുണ്ട്. അതെന്റെ യേശുവിന്റെ കരമാണ്. പ്രതീക്ഷയറ്റവർ, ജീവിത മേഖലകൾ തകരപ്പെട്ടവർക്ക് അവരടുക്കലേക്ക് ഇന്ന് രാത്രികാലം എൻ്റെ യേശുവിന്റെ സ്നേഹം കടന്നു വരികയാണ്. ഹല്ലേലൂയ. ദൈവം യിരെമ്യാ പ്രവാചകനോട് ഒരിക്കൽ പറയുവാനിടയായിരുന്നു, നീ കുശവന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ. ദൈവത്തിന്റെ വാക്ക് കേട്ട യിരെമ്യാ പ്രവാചകൻ ആ വാക്കിന് ചെവി കൊടുത്തിട്ട് കുശവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനിടയായിരുന്നു. ദൈവത്തോട് ചിലപ്പോൾ യിരെമ്യാ പ്രവാചകൻ ചോദിച്ചായിരിക്കാം, ദൈവമേ, ഞാൻ എന്തിനാണ് ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത്? ഞാൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകനല്ലേ, ഞാൻ എന്തിനാ പോകേണ്ടത്? എന്നാൽ ദൈവം പറയുവാനിടത്തിൽ, നീ അവിടേക്ക് ചെല്ലേ, ഞാൻ നിന്നെ ചിലത് കാണിക്കുവാൻ പോകുക. ദൈവത്തിന്റെ വാക്ക് കേട്ട യിരെമ്യാ പ്രവാചകൻ ആ കുശവന്റെ ഭവനത്തിലേക്ക് നടന്നു നീങ്ങുവാനിടയായിരുന്നു. അവിടെ ചെന്നപ്പോൾ യിരെമ്യാ പ്രവാചകൻ കണ്ടൊരു കാഴ്ച ഇപ്രകാരമാണ്. ചക്രത്തിന്മേൽ പണിതുകൊണ്ട് പാത്രമുണ്ടാക്കുന്ന ഒരു കുശവൻ. എന്നാൽ ദൈവത്തോട് യിരെമ്യാ പ്രവാചകൻ ചോദിച്ചു, ദൈവമേ, ഒരു പാത്രം ഉണ്ടാക്കുന്നത് കാണുവാൻ വേണ്ടിയാണോ നീ എന്നെ ഇവിടം വരെ പറഞ്ഞയച്ചത്? എന്നാൽ യിരെമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ആ കുശവന്റെ കരങ്ങളിലേക്ക് ഒന്ന് നോക്കിക്കേ. അദ്ദേഹം സൂക്ഷ്മമായി നോക്കിയപ്പോൾ വളരെ പ്രതീക്ഷയോടെ നാളെ തൻ്റെ ഉപജീവന മാർഗമാണ്. എന്നാൽ ആ ഉപജീവന മാർഗത്തിലേക്ക് താൻ ശ്രദ്ധ ചെലുത്തുകൊണ്ട് താൻ ഒരു പാത്രമുണ്ടാക്കുന്ന കുശവൻ തൻ്റെ കയ്യിൽ നിന്നും ഒരു പാത്രം ഉടഞ്ഞു പോകുവാനിടയായിരുന്നു. വളരെ വിഷമത്തോടെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുവാനിടയായിരുന്നു, ദൈവമേ, നീ ഒരു തകർച്ച കാണുവാൻ വേണ്ടിയാണോ നീ എന്നെ ഇവിടം വരെ പറഞ്ഞയച്ചത്? എന്നാൽ ദൈവം പറയുവാനിടയായിരുന്നു, നീ അവൻ്റെ കരങ്ങളിലേക്കൊന്ന് നോക്കിയേ. ആ ഉടഞ്ഞതിരിക്കുന്ന കുശവന്റെ കരങ്ങളിലാണ്. ഉടഞ്ഞത് കുശവന്റെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം അവൻ അതിനെ പുറത്തെറിഞ്ഞ് കളയത്തില്ല. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതം തകരപ്പെട്ട അവസ്ഥയാണോ? നുറുക്കപ്പെട്ട അവസ്ഥയാണോ? ആരും നിന്നെ സഹായിക്കുവാനില്ല, ആരും നിനക്ക് കൂട്ടില്ല എന്ന് നീ പറയുന്നുവെങ്കിലും നീ ഒന്ന് തകരപ്പെട്ട് എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ അനേകർക്ക് മാനമുള്ള, അനേകർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന, അനേകരുടെ മുമ്പിൽ പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി തമ്പുരാൻ നിന്നെ പുറത്തെടുക്കുവാനിടയായിരുന്നു. ഇന്ന് രാത്രികാലം തകരപ്പെട്ട ഒരുപാട് ഹൃദയങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുവാൻ കഴിവുള്ള ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് രാത്രികാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കരം, നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു കരം, നിന്നെ മാനിക്കുവാൻ കഴിവുള്ള കരം. ഇന്ന് രാത്രികാലം യേശുവിന്റെ സാന്നിധ്യം എല്ലാ ഹൃദയങ്ങളും ഇന്ന് രാത്രികാലം യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ.